Zabronics, always ahead. Bluetooth mode. ബഹുമാന്യരായ യാത്രക്കാരെ, അല്പസമയം നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് തിരുവചനത്തിലെ ചില വേദഭാഗങ്ങൾ മാത്രം അല്പസമയം നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധയെ അല്പസമയം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. തിരുവെഴുത്തുകളെ പഠിക്കുമ്പോൾ അതെപ്പോഴും മനുഷ്യന് വലിയ ആശ്വാസമായി തീരുവാൻ വേണ്ടി എഴുതിയിരിക്കുന്നു. നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം എന്ന് പറയുന്നത് വലിയ ആശ്വാസമൊന്നുമില്ലാത്തൊരു ജീവിതമാണ്. നമ്മൾ ഓരോരുത്തരും നമുക്ക് വേണ്ടിയും നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയും പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പരിശ്രമിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് അതിൻ്റെ പ്രതിഫലം നാം ആഗ്രഹിക്കുന്ന വിധത്തിൽ ലഭിക്കണമെന്നില്ല, ലഭിക്കുന്നുമില്ല. അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നാം എല്ലാവരും അനുഭവിച്ച് പോന്നിരിക്കുന്നവരാണ് എന്നുള്ളതാണ് അതിൻ്റെ തെളിവ്. അപ്പോൾ പ്രതിഫലം ലഭിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് രക്ഷകനായ ദൈവത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടത്. ബൈബിളിൽ ഇപ്രകാരം പത്രോസ് എന്ന് പറയുന്ന മനുഷ്യൻ യേശുവിൻ്റെ പ്രധാന ശിഷ്യനായി തീരുവാനുള്ള കാരണം നമുക്കവിടെ കാണുവാൻ കഴിയും. പത്രോസ് ഗലീല കടലിൽ മത്സ്യബന്ധനം നടത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് വലയും വള്ളവുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു മീൻപിടുത്തക്കാരനെ സംബന്ധിച്ച് അദ്ദേഹം ആഗ്രഹിക്കുന്നത് എല്ലാ ദിവസവും എനിക്ക് ധാരാളം മത്സ്യം കിട്ടണം. അതാണ് അദ്ദേഹത്തിൻ്റെ സമ്പത്ത്. അതിനുവേണ്ടിയാണ് അദ്ദേഹം പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നത്, പരിശ്രമിക്കുന്നത്. എന്നാൽ എല്ലാ ദിവസവും ആ പ്രതീക്ഷയ്ക്ക് ഒത്തവണ്ണം അദ്ദേഹത്തിന് ഒന്നും ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ ഒരു രാത്രി മുഴുവൻ പത്രോസ് കഠിനമായി അധ്വാനിച്ചു. ഗലീല കടലിൻ്റെ എല്ലാ ഭാഗങ്ങളും വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു മനുഷ്യനായിരുന്നു പത്രോസ്. എന്നാൽ ആ രാത്രിയിൽ അദ്ദേഹത്തിന് യാതൊന്നും കിട്ടിയില്ല. ഒരു വൃദ്ധനായ മനുഷ്യനെ സംബന്ധിച്ച് ഒരു രാത്രി മുഴുവൻ ഒരു കടലിലെ കാറ്റും തിരയോടും അവിടുത്തെ കാലാവസ്ഥയോടൊക്കെ യോജിച്ച് ജോലി ചെയ്യുവാൻ കഴിയുകയില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, പത്രോസ് ഒരു ചെറുപ്പക്കാരനും നല്ല ആരോഗ്യമുള്ളവനുമായ ഒരു മനുഷ്യനായിരുന്നു. അത് കാരണമാണ് അദ്ദേഹം ഒരു രാത്രി മുഴുവൻ ഗലീല കടലിലെ തിരമാലകളോടും അവിടുത്തെ കാറ്റിനോടും പ്രതികൂലിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ തനിക്ക് പ്രയത്നിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ഫലം കൊണ്ട് വേണം ജീവിക്കുവാൻ എന്നുള്ള ആഗ്രഹമായിരുന്നു പത്രോസിനുള്ളതെങ്കിൽ ആ രാത്രിയിൽ പത്രോസിന് യാതൊന്നും ലഭിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രഭാതത്തിൽ യേശു ആ കടൽപ്പുറത്ത് വന്നപ്പോൾ പത്രോസ് നിരാശയോടെ വല കഴുകുന്നത് കണ്ടു. പത്രോസിനോട് പറഞ്ഞു, നീ നിന്റെ പടകിൻ്റെ വലത് ഭാഗത്ത് വല വീശുക എന്ന് പറഞ്ഞു. അപ്പോഴവിടെ പത്രോസ് പറഞ്ഞു, ഈ ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും യാതൊന്നും ലഭിച്ചില്ലെന്നാൽ നിന്റെ വാക്കിനെ മാനിച്ചുകൊണ്ട് നിന്നെ അനുസരിച്ചുകൊണ്ട് നീ പറയുന്ന കാര്യം ഞാൻ ചെയ്യുകയാണ് എന്ന് പറഞ്ഞ് പത്രോസ് പടകിൻ്റെ വലതുവശത്ത് വല വീശിയപ്പോൾ ആ വല നിറച്ച മത്സ്യങ്ങളെ പത്രോസിന് ലഭിക്കുവാൻ ഇടയായി. കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പ്രിയമുള്ളവരെ, നമ്മൾ പ്രയത്നിക്കുന്നത് ഒരു വലിയ പ്രതിഫലത്തിന് വേണ്ടി മാത്രമാണ്. അല്ലാതെ പ്രതിഫലം ലഭിക്കാതെ ഒരു പ്രവൃത്തിയും ഒരു ജോലിയും ആരും ചെയ്യുകയില്ല എന്നുള്ളത് നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ പത്രോസിന് വല നിറച്ച മത്സ്യം കിട്ടി. അത് വലിയ സമ്പത്ത് തന്നെയാണ്. എന്നാൽ യേശു പത്രോസിനോട് പറഞ്ഞത്, നീ എൻ്റെ പിന്നാലെ വരിക. ഇതുവരെയും നീ മത്സ്യം പിടിക്കുന്നവനായിരുന്നുവെങ്കിൽ ഇന്നു മുതൽ നീ മനുഷ്യനെ പിടിക്കുന്നവനാക്കി നിന്നെ ഞാൻ മാറ്റാമെന്ന് പറഞ്ഞുകൊണ്ടാണ് യേശു പത്രോസിനെ വിളിച്ചു കൊണ്ടുപോയത്. പ്രിയമുള്ളവരെ, സുവിശേഷമെന്ന് പറയുന്നതും ഇതുപോലെ തന്നെയാണ്.
യേശു കർത്താവിനെ നാം പിന്തുടരുകയാണ്. യേശുവിനെ പിന്തുടരുമ്പോൾ അവിടെ നമുക്ക് ലഭിക്കുന്നതിനെ പറ്റി പറയാം. പത്രോസിനെ സംബന്ധിച്ചിടത്തോളം മുക്കുവനായ പത്രോസിനെ യേശു വിളിച്ച് തൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞ് പത്രോസ് അത് അനുസരിക്കുകയും യേശുവിനെ ബഹുമാനിക്കുകയും ചെയ്തപ്പോൾ യേശു പത്രോസിനെ ഏറ്റവും അധികം സ്നേഹിക്കുകയും സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ പത്രോസിന് നൽകുവാനും ഇടയായിത്തീർന്നു. പത്രോസിനോട് യേശു പറഞ്ഞത്, നീ ഭൂമിയിൽ കട്ടിയാൽ അത് സ്വർഗത്തിൽ കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിച്ചാൽ അത് സ്വർഗത്തിൽ അഴിയപ്പെടും എന്നുള്ള ഒരു ഉന്നതമായ പദവി പത്രോസിന് യേശു നൽകുവാനിടയായി. അപ്പോൾ ആ പദവി എന്ന് പറയുന്നത്, പ്രിയമുള്ളവരെ, ഈ ലോകത്ത് നാം ശേഖരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കഷ്ടതയ്ക്കനുസരിച്ച് നാം ആകുന്നത് സമ്പാദിച്ചുവാൻ നമുക്കൊരിക്കലൊരവസരം കിട്ടിയാലും ഒരിക്കൽ നാം അതെല്ലാം ഉപേക്ഷിച്ച് ഈ ഭൂമിയിൽ നിന്ന് മടങ്ങിപ്പോകേണ്ടവരാണ് എന്നുള്ളതും ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതാണ് പത്രോസിനോട് പറഞ്ഞത്. അവൻ്റെ പടക് നിറച്ച് മത്സ്യം ലഭിച്ചു, എന്നാൽ നീ എൻ്റെ കൂടെ എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞത്. യേശുവിൻ്റെ പിന്നാലെ പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പദവിയും അത് നിത്യജീവനാണ്. പ്രിയമുള്ളവരെ, അതിവിടെ ലഭിക്കുകയില്ല. അത് നിത്യജീവൻ ദൈവത്തോടു കൂടെയാണ് നാം വസിക്കുമ്പോൾ നമുക്ക് അവിടെയാണ് അത് ലഭിക്കുന്നത്. ആയതിനാൽ അപ്രകാരം നാം ആയിത്തീരണമെങ്കിൽ ഈ ലോകത്തിൽ വെച്ച് തന്നെ നാം ദൈവം വിളിക്കുമ്പോൾ ദൈവത്തിൻ്റെ പിന്നാലെ പുറപ്പെടുവാൻ തയ്യാറായി നിൽക്കുന്നവരായിരിക്കണം. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന് വസിച്ചു കൊണ്ടിരുന്ന ദൈവികമായ പദ്ധതികളെ നമ്മളിൽ കൂടി ഈ ലോകത്ത് പ്രവർത്തിക്കുവാനും അത് മറ്റുള്ളവർക്ക് ആശ്വാസവും അവർക്ക് സമാധാനവും സന്തോഷവുമായി തീരുവാനും തക്കവണ്ണമായിരിക്കും. അതാണ് ദൈവം നമുക്ക് ഈ ലോകത്തിലായിരിക്കുമ്പോൾ തരുന്ന പദവി. അതിനപ്പുറത്തേക്കുള്ള പദവിയും ദൈവം നമുക്കിവിടെ തരും. ഈ ലോകത്ത് നാം ആയിരിക്കുമ്പോൾ നാം അതുപോലെ അതികഠിനമായ വേദനകൾ അനുഭവിക്കുകയും വലിയ പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടി നമ്മുടെ ജീവിതം നയിക്കുകയും ചെയ്യുമ്പോൾ, പ്രിയമുള്ളവരെ, ജീവനുള്ള ദൈവം നമ്മോട് കൂടെയിരുന്ന് ആ പ്രതികൂലങ്ങളെയൊക്കെയും നമുക്ക് അനുകൂലമാക്കി തരുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കും എന്നുള്ള യാഥാർത്ഥ്യവും നാം തിരിച്ചറിയണം. പത്രോസിൻ്റെ ഈ വിളിയോടും കൂടെ പത്രോസിന് അത് മാത്രമല്ല പത്രോസിന് കൊടുത്തത്. നീ രോഗികളുടെ മേൽ നീ കൈവച്ച് പ്രാർത്ഥിച്ചെന്നാൽ ആ രോഗി സൗഖ്യമാകും. എന്നാൽ പത്രോസിനെ സംബന്ധിച്ച് പത്രോസ് രോഗികളുടെ മേൽ കൈവയ്ക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പത്രോസ് നടന്നു പോകുന്ന വഴിയരികിൽ രോഗികളെ കൊണ്ടുവന്ന് കിടത്തുമായിരുന്നു. പത്രോസിൻ്റെ നിഴൽ അവരുടെ ദേഹത്തടിക്കുമ്പോൾ തന്നെ അവരുടെ ഏത് രോഗമാണെങ്കിലും അത് സൗഖ്യമാകുമായിരുന്നു എന്ന തിരുവചനം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതുപോലെ തന്നെ മരണത്തിൻ്റെ മേൽ നിനക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. പത്രോസ് മരിച്ച വ്യക്തിയെ ഉയർത്തെഴുന്നേൽപ്പിച്ച് ജീവനോടെ നടത്തി. അതുപോലെ തന്നെ ഭൂതങ്ങളുടെ മേൽ നിനക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. അങ്ങനെ സകല അധികാരങ്ങളും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ ദൈവം പത്രോസിന് നൽകുവാനിടയായി തീർന്നതിൻ്റെ പ്രധാന കാരണം പത്രോസോ യേശുവിനെ അനുസരിക്കുകയും യേശുവിനെ ബഹുമാനിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിലും പ്രിയമുള്ളവരെ, നാം ദൈവത്തെ അനുസരിക്കുന്നുവെങ്കിൽ, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നാം നല്ലൊരു ഹൃദയം ഉള്ളവരാണെങ്കിൽ തീർച്ചയായും നമ്മളുടെ ജീവിതത്തിലും ഇപ്രകാരമുള്ള പ്രവൃത്തികളൊക്കെയും സംഭവിക്കും എന്നുള്ളത് ശരി തന്നെയാണ്. ഈ കാലഘട്ടത്തിൽ പ്രിയമുള്ളവരെ, സുവിശേഷം പറയുകയും അത് കേൾക്കുകയും അത് സ്വീകരിക്കുകയും അത് അനുസരിക്കുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് യേശുവിൻ്റെ പിന്നാലെയുള്ള യാത്ര. യേശു നമ്മളെ വിളിക്കുകയാണ് ഈ സുവിശേഷത്തിൽ കൂടി. ഈ സുവിശേഷം ആര് ശ്രമിക്കുന്നുവോ, അവരുടെ ഹൃദയത്തിൽ രക്ഷകനായ യേശുവിനെ സ്വീകരിക്കുന്നുവോ, അവർ യേശുവിൻ്റെ വിളി കേൾക്കുകയും യേശുവിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുമ്പോൾ, പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ തന്നെ അനേക കഷ്ടതകളിൽ കൂടി കടന്നു പോകുന്ന മനുഷ്യരുടെ മേൽ നിങ്ങൾ ചിലപ്പോൾ കൈവച്ചെന്നാൽ മതി, അവർക്ക് പൂർണ്ണമായും സൗഖ്യമാകും. കടഭാരത്താൽ ഞെരുങ്ങുന്നവർക്ക് വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചെന്നാൽ മാത്രം മതി. ഇവിടെ സമ്പന്നന്മാർ അനേകരുണ്ട്. അവരുടെ ഹൃദയം തുറക്കുവാൻ ഞാൻ പ്രസംഗിക്കുന്ന യേശു കർത്താവിന് കഴിയും. ഒരു സമ്പന്നനെ ദൈവം ആ കഷ്ടത അനുഭവിക്കുന്ന ആ കുടുംബത്തിന് വേണ്ടി, ആ മനുഷ്യന് വേണ്ടി ഒരുക്കി നിർത്തിയിട്ടുണ്ട്. എന്നാൽ നാം അത് ദൈവത്തോട് ചോദിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് ദൈവം നമുക്ക് ആ വ്യക്തിയെ നമ്മൾക്കായി കൊണ്ടുതന്ന് തരുന്നത്. എൻ്റെ ജീവിതത്തിൽ അത്തരം അനേക സംഭവങ്ങൾ
നടന്നിട്ടുണ്ട്. അനേകർ ബാങ്ക് ലോൺ എടുത്തതിന് ശേഷം അതൊന്ന് തിരിച്ചടയ്ക്കുവാൻ കഴിയാതെ വളരെ ഭാരപ്പെട്ട് അവരുടെ കിടപ്പാടം പോകുന്ന അവസ്ഥയിൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഫലമായി ദൈവം അവർക്ക് വേണ്ടി ഓരോ സമ്പന്നന്മാരെയും എഴുന്നേൽപ്പിക്കുക എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ഞാൻ ആരാധിച്ചു വരുന്ന സഭയിൽ ഒരു ചെറുപ്പക്കാരനുണ്ട്, വളരെ ചെറുപ്പക്കാരനാണ്, ഓട്ടോറിക്ഷ ഓടിക്കുന്നവനാണ്. അവൻ്റെ സഹോദരിമാരെ വിവാഹം കഴിച്ചയക്കുവാനും അവനൊരു കിടപ്പാടം വാങ്ങുവാനും വേണ്ടി അവൻ കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് ഒരു ചെറിയ ലോൺ എടുത്തതാണ്. എന്നാൽ അവനെ കൊണ്ടത് തിരിച്ചടയ്ക്കുവാൻ യാതൊരു നിർവാഹവുമില്ലാതെ വന്നപ്പോൾ ബാങ്കുകാർ ആ സ്ഥലം ജപ്തി ചെയ്യുവാനുള്ള നോട്ടീസ് അയക്കുകയും അതിൻ്റെ കാലാവധി പൂർത്തിയാകാൻ 3 ദിവസമല്ല 1 ദിവസം മാത്രമുള്ളപ്പോൾ ഏതോ ഒരു സമ്പന്നൻ അവനെ വിളിച്ചു പറഞ്ഞത്, നീ വരിക, നീ ലോൺ എടുത്ത ബാങ്കിലേക്കെന്ന്. അവിടെ ചെന്നപ്പോൾ 2.5 ലക്ഷം രൂപയായിരുന്നു അവൻ അടയ്ക്കാനുള്ളത് ഈ ഏറ്റുമാനൂർ കോപ്പറേറ്റീവ് ബാങ്കിൽ. ആ 2.5 ലക്ഷം രൂപ അവനറിയാത്ത ആ മനുഷ്യൻ അവന് വേണ്ടി അടച്ച് നീ നിന്റെ ആധാരം വാങ്ങിപ്പിക്കുക എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ തിരിച്ചുപോയി എന്നുണ്ട്. സത്യമായ കാര്യം ഈ 2 മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇവിടെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ കടത്താൽ ഭാരപ്പെടുന്നവർ തീർച്ചയായും ഈ യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, ആ കർത്താവ് നിങ്ങൾക്കൊരു വഴി തുറക്കുക തന്നെ ചെയ്യും. രോഗത്താലാണ് നിങ്ങൾ ഭാരപ്പെടുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ രോഗം കർത്താവ് സൗഖ്യമാക്കും എന്ന് പറഞ്ഞെന്നാൽ നിങ്ങളുടെ ഹൃദയം ഏറ്റവും ഏത് പ്രതികൂലത്തെയും ജയിക്കുവാൻ ശക്തമാക്കി ദൈവം തരിക മാത്രമല്ല, നിങ്ങളുടെ രോഗം സൗഖ്യമാകുകയും ചെയ്യും എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. തിരുവചനം വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. രോഗികളെ സൗഖ്യമാക്കുവാൻ ദൈവം നമുക്ക് അധികാരം തന്നിരിക്കുകയാണ്. എന്നാൽ നാം വിശ്വസിക്കുകയും നാം ആ ദൈവത്തിലേക്ക് ചെല്ലുകയും ചെയ്യുമ്പോഴും ആ ദൈവത്തെ നാം അനുസരിക്കുകയും ചെയ്യുമ്പോഴാണ് പ്രിയമുള്ളവരെ ഇതുവരെയും നമ്മെ കീഴടക്കി വച്ചിരുന്നതായ ആ വലിയ ബന്ധനം നമ്മളിൽ നിന്ന് നീങ്ങിപ്പോകുന്നതും നാം സ്വതന്ത്രരാകുന്നതേ എന്നുള്ള യാഥാർത്ഥ്യം ഇവിടെ പത്രോസിൻ്റെ വെളിയിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കാരണം പത്രോസ് മുൻപിടുത്തക്കാരനായിരുന്നു, വിദ്യാസമ്പന്നനുണ്ടായിരുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തിൽ നാം പ്രയത്നിക്കുമ്പോൾ, നാം കഷ്ടത അനുഭവിക്കുമ്പോൾ നമുക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ വേണ്ടി മാത്രമാണ് നമ്മൾ പ്രകാരമൊക്കെയും പ്രവർത്തിക്കുന്നതെങ്കിൽ എത്ര പേർക്ക് ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നാം പരിശോധിച്ച് നോക്കേണ്ടതുണ്ട്. അപ്പോസ്തലനായ പൗലോസ്ലീഹായെ പറ്റി പഠിക്കുമ്പോൾ തിരുവചനം ഇപ്രകാരമാണ് പറയുന്നത്. പൗലോസ്ലീഹ മറ്റൊരു രീതിയിലുള്ള ഒരു വ്യക്തിയായിരുന്നു. പൗലോസ് എന്ന് പറയുന്ന മനുഷ്യൻ അതിഭയങ്കര സമ്പന്നനായിരുന്നു. ആ മനുഷ്യൻ യേശുക്രിസ്തുവിനെ ഉപദ്രവിച്ചു കൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചെന്നാൽ യെരുശലേമിലുള്ള യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സകല മനുഷ്യരെയും അവരുടെ വീടുകളിൽ കയറി ചെന്ന് അവരെ പിടിച്ചുകൊണ്ടുവന്ന നിയമത്തിൻ്റെ മുൻപിൽ നിർത്തുകയും അവരെ തുറുങ്കിലടയ്ക്കുകയും അവരെ ശാരീരികമായി പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നു പൗലോസ്. എന്നാൽ യേശു പൗലോസിനെ വിളിച്ച് പൗലോസിനെ യേശു തൊട്ടപ്പോൾ പൗലോസ് മാറിമറിയുവാൻ ഇടയായി തീർന്നു. ഏറ്റവും വലിയ സമ്പന്നൻ എന്ന് പറയുന്നതിന് കാരണം ഇപ്രകാരമാണ് ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കിലിക്കയിലെ തർശീസ് എന്ന് പറയുന്ന ആ പട്ടണത്തിൽ, തർസോസ് എന്ന് പറയുന്ന ആ പട്ടണത്തിൽ ജനിച്ചു വളർന്നവനായിരുന്നു പൗലോസ്. റോമ പൗരത്വമുള്ളവനായിരുന്നു പൗലോസ്. അതുപോലെ തന്നെ ഗമാലിയേലിൻ്റെ പാദപീഠത്തിൽ ഇരുന്നു കൊണ്ട് ന്യായപ്രമാണം മുഴുവൻ കാണാതെ പഠിച്ചവനാണ് പൗലോസ്. ഈ 2 കാര്യങ്ങൾക്കും ഒന്ന്, റോമൻ പൗരത്വം ഉണ്ടാകണമെങ്കിൽ അവൻ വലിയ സമ്പന്നനായിരിക്കണം. സമ്പന്നന്മാർക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുന്ന ഒരു അധികാരമാണ്, ഒരു സ്ഥാനമാണ് റോമാ പൗരത്വം. അത് പൗലോസിന് ലഭിച്ചിരുന്നു. അതുപോലെ തന്നെയാണ് പ്രിയമുള്ളവരെ, പൗലോസിൻ്റെ ജീവിതം പരിശോധിച്ച് നോക്കുമ്പോൾ താൻ കോടിക്കണക്കിന് സ്വത്തുള്ളവനായിരുന്നുവെങ്കിലും യേശുവിനെ അറിഞ്ഞ ആ സമയം മുതൽ തൻ്റെ സകല സമ്പത്തും ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് യേശു ക്രിസ്തുവിന് വേണ്ടി, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായി ലോകത്തോട് ഇറങ്ങി നടന്ന ജാതികളോട് യേശു ക്രിസ്തു ആരാണ് എന്നുള്ള യഥാർത്ഥ്യമായ കാര്യം വിളിച്ചു പറയുകയും യേശു ക്രിസ്തു ദൈവം തന്നെയാണ് എന്നും മനുഷ്യവർഗത്തിൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് യേശു കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ടത് എന്നും
ജനത്തോട് വിളിച്ചു പറയുകയും ജനത്തെ യേശുവിങ്കലേക്ക് കൊണ്ടുവരികയും യേശു ക്രിസ്തു മുഖാന്തരം ഈ മനുഷ്യനെ ഭൂമിയിൽ ലഭിക്കുവാനുള്ള അനുഗ്രഹങ്ങളെയും സൗഖ്യത്തെയും അതുപോലെ തന്നെ പൂർണ്ണമായ സ്വാതന്ത്ര്യത്തെയും അപ്പോസ്തലൻ ഈ ലോകത്തോട് വിളിച്ചു പറയുക മാത്രമല്ല ചെയ്തത്, ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ഒരു വ്യക്തിയായി അപ്പോസ്തലനായ പൗലോസിനെ തിരുവചനം വളരെ വ്യക്തമായി കാണിക്കുന്നു, പഠിപ്പിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ ആ അപ്പോസ്തലനോ കോടിക്കണക്കിന് സമ്പത്തുണ്ടായിരുന്ന ആ മനുഷ്യൻ അവസാനം വന്നപ്പോൾ പറഞ്ഞത് ഇപ്രകാരമാണ്: ഒരു കീറിയ പുതപ്പ് മാത്രമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അദ്ദേഹം ഉടുത്തിരുന്ന വസ്ത്രങ്ങളൊക്കെയും കീറിയതും പഴയതുമായിരുന്നു. കാരണം യേശുവിനെ അറിഞ്ഞപ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്ന മാറ്റം ഈ ഭൂമിയിലുള്ള സമ്പത്തോ അതുപോലെ തന്നെ ഇവിടെ നശിക്കുകയും ഉപേക്ഷിച്ചേച്ച് പോകുന്നതുമായ ആ സമ്പത്തൊന്നുമല്ല ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത്. ആ സമ്പത്തൊക്കെയും ഈ ഭൂമിയിൽ മാത്രമാണ് ഓരോ മനുഷ്യനും അനുഭവിക്കുവാൻ കഴിയുന്നത്. എന്നാൽ വരുവാനിരിക്കുന്ന ലോകത്തേക്ക് കടന്നു പോകണമെങ്കിൽ ഈ സമ്പത്തിൻ്റെ മേൽ ആഗ്രഹവും വെച്ച് ആ സമ്പത്തിന് വേണ്ടി നമ്മുടെ ജീവിതം നാം മുൻപോട്ട് കൊണ്ടുപോയി കഴിഞ്ഞെന്നാൽ ഒരിക്കലും യേശുവിനോട് കൂടെ അവസാനമില്ലാത്ത, കഷ്ടതകളില്ലാത്ത, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നുമില്ലാത്ത ആ ജീവിതം നയിക്കുവാൻ കഴിയുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇവിടെ അപ്പോസ്തലനായ പത്രോസും പൗലോസും ഈ ലോകത്തെ ബോധ്യപ്പെടുത്തി കാണിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. പ്രിയമുള്ളവരെ, ആയതിനാൽ നമ്മുടെ ജീവിതം ഏറിയാൽ 70 അല്ലെങ്കിൽ 80 എന്നൊരു ചുരുങ്ങിയ കാലഘട്ടം മാത്രമാണ്. ആ കാലഘട്ടത്തിൽ ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ വളരെയേറെ കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ച് വലിയ ദുഃഖത്തോടെ, ദുരിതത്തോടെ ഈ ലോകത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്നവരാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ തന്നെ നാം ആയിരിക്കുമ്പോൾ നമ്മോട് പറഞ്ഞിരിക്കുന്നു, എൻ്റെ പിന്നാലെ വരിക, എൻ്റെ പിന്നാലെ വന്നാൽ നിനക്ക് നിത്യജീവനുണ്ടാകും, നീ എന്നിൽ വിശ്വസിച്ചാൽ നിനക്ക് നിത്യജീവൻ ലഭിക്കും. ആ നിത്യജീവനിലേക്കുള്ള വഴിയാണ് പ്രിയമുള്ളവരെ തിരുവചനം അല്ലെങ്കിൽ സുവിശേഷം എന്ന് പറയുന്നത്. സുവിശേഷം ഏതൊരു മനുഷ്യൻ സ്വീകരിക്കുന്നുവോ അവൻ യേശുവിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുന്നവനാണ്. യേശു അവനെ ഒരിക്കലും കൈവിടുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല. അല്ലെങ്കിൽ അവൻ്റെ നല്ല കാലങ്ങളിൽ മാത്രമല്ല യേശു അവനോട് കൂടെയുള്ളത്, അവൻ്റെ കഷ്ടതകളിലും യേശു അവനോട് കൂടെയിരുന്ന് അവനെ നല്ല ധൈര്യമുള്ളവനും പ്രത്യാശയുള്ളവനുമാക്കി തന്നോട് കൂടെ താൻ രണ്ടാമത് വരുമ്പോൾ അവനെയും ചേർക്കും എന്ന് തിരുവചനം വളരെ വ്യക്തമായി തന്നെ ഈ ലോകത്തെ ബോധ്യപ്പെടുത്തുമ്പോൾ, പ്രിയമുള്ള സഹോദരന്മാരെ, ബഹുമാനീയരായവരെ, നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ രക്ഷിതാവായ യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കണമേ. വരാനിരിക്കുന്ന കാലത്ത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ അവനോട് കൂടെ നിത്യതയിൽ പ്രവേശിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരും യോഗ്യരായി തീരട്ടെ എന്ന പ്രാർത്ഥനയും, നിങ്ങളുടെ രോഗങ്ങളും നിങ്ങളുടെ കടഭാരങ്ങളും എല്ലാം നീങ്ങി നിങ്ങൾ നല്ല പ്രത്യാശയും ധൈര്യവുമുള്ളവരായി ജീവിക്കുവാൻ തക്കവണ്ണം ദൈവം നിങ്ങൾക്ക് ഉറപ്പും വിശ്വാസവുമുള്ള ഒരു ഹൃദയം നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഇപ്പോഴിവിടെ അവസാനിപ്പിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. രഘുവിന് എന്നാ പറ്റിയതാ? വെരിക്കോസ് എന്ന് പറഞ്ഞാൽ ഞരമ്പെല്ലാം പൊങ്ങുക, അതിന് ഭയങ്കര വേദനയാണ്. അതൊക്കെ ഓപ്പറേഷൻ ചെയ്തൊക്കെ കളയേണ്ടി വരും. കള്ള് കണ്ടമാനം കുടിച്ചാൽ അത് ഭയങ്കരമായിട്ട് കൂടും, അത് കുറയുകയില്ല. പിന്നെ ആഹാ തരാവോ? അല്ലെ അത് മാറില്ല.